നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കുന്നതിനുള്ള ഒരു കഴിവും ശക്തിയും ആത്മവിശ്വാസവും ഒക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതിനാൽ തന്നെ നിങ്ങളുടെ സാഹചര്യം നിലവിൽ എന്തുതന്നെയായാലും അവിടെ ഒരു ഭയത്തിൻ്റെയോ ആശങ്കയുടെയോ ഒന്നും ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇപ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു മോശം സാഹചര്യത്തിൽ നിന്നും വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ, ഇപ്പോൾ നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന സന്തോഷങ്ങളെ ഇല്ലാതാക്കാനൊക്കെ പലരും വളരെയധികം താല്പര്യം കാണിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. അവർ എപ്പോഴും നിങ്ങൾക്ക് മേലൊരു ശ്രദ്ധ വച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാനായിട്ട് അവർ എപ്പോഴും താല്പര്യം കാണിക്കാറുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് മുന്നിൽ വിജയിച്ച് കാണിക്കണം എന്ന് വളരെയധികം ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിൽ പലരുടെയും ജീവിതം വലിയൊരു മാറ്റത്തിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. പക്ഷേ അവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. അതായത് നിങ്ങളിൽ ചില ആളുകളെങ്കിലും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ വന്നു ചേർന്ന പ്രതിസന്ധികളും വെല്ലുവിളികളുമൊക്കെ നിറഞ്ഞ ആ ഒരു ജീവിത സാഹചര്യത്തെ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളായിരിക്കാം. പലർക്കും അതിനെ അത്ര പെട്ടെന്നൊന്നും മറക്കാനോ അല്ലെങ്കിൽ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ആ ഒരു കാലത്തെ, അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ആ ഒരു കാലഘട്ടത്തെ അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ നിന്നും നീക്കം ചെയ്യേണ്ടതാണ്. അങ്ങനെ നീക്കം ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു പരിവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ മാറ്റത്തിൻ്റെയൊക്കെ ഒരു സമയം ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. അതേപോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത്. ചില കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന, നിങ്ങൾക്ക് ആഗ്രഹ സബലീകരണം സാധ്യമാവുന്ന ഒക്കെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പലരും എത്തിച്ചേരുന്നുണ്ട്. അതായത് നിങ്ങളെ സ്വയം സ്നേഹിക്കാനും നിങ്ങളുടെ സമാധാനവും സന്തോഷവും കണ്ടെത്തുന്നതിലുമൊക്കെ വളരെയധികം പ്രാധാന്യം നൽകാനായിട്ട് നിങ്ങളിൽ പലരും തയ്യാറാവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കൂടാതെ ദൈവിക സംരക്ഷണം നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ വളരെ ശാന്തമായിട്ട് പക്വതയോടെ ഏതൊരു കാര്യത്തെയും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാറുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ശക്തി, ക്ഷമ ഇവയൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ഏതൊരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നാലും അവിടെ ആത്മവിശ്വാസത്തോടെ, ശാന്തതയോടെ, യുക്തിപരമായിട്ട് ആ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. കൂടാതെ ഇവിടെ നിങ്ങളിലേക്ക് ചില തിരിച്ചറിവുകൾ വന്ന് ചേരുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ സാഹചര്യത്തെക്കുറിച്ചോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾ അറിയരുത് എന്ന് കരുതി മറ്റുള്ളവർ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ മറച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു കാര്യം നീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ നിലവിലുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് പോസിറ്റീവ് മാറ്റങ്ങൾ വന്ന് ചേരുന്നുണ്ട്. അതിലൂടെ പ്രപഞ്ചത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം
ഈശ്വരനിലുള്ള നിങ്ങളുടെ ആ ഒരു വിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ട്. കൂടാതെ നിങ്ങളിൽ ചിലർക്ക് വലിയൊരു വിജയം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ കാത്തിരുന്ന ഏതോ ഒരു കാര്യം അതിൻ്റെ വിജയത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ നേട്ടങ്ങളിൽ അഭിമാനം കൊള്ളുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് എന്നുള്ളതും കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു വിവാഹത്തിന് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി, ഒരു വീടിന് വേണ്ടിയൊക്കെ വളരെ കാലമായിട്ട് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. അപ്പോൾ നിങ്ങളിലെ അത്തരമൊരു ആഗ്രഹം പലർക്കും സാധ്യമായി എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ നിങ്ങളിൽ പലരും വളരെ വിശാലമായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ മുമ്പ് ചിന്തിക്കാതെ ആലോചിക്കാതെയൊക്കെ പലതും പറയുകയും പ്രവർത്തിക്കുകയും നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പലതും തിരിച്ചറിയാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. മുമ്പ് പല കാര്യങ്ങളിലും വേണ്ട രീതിയിലുള്ള ഒരു ആലോചന നിങ്ങൾക്ക് ഇല്ലാത്തതിനാൽ പലതരത്തിലുള്ള അബദ്ധങ്ങളും തെറ്റുകളും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഇനി എന്ത് കാര്യവും നന്നായിട്ട് ആലോചിച്ച് മാത്രമേ പറയുകയുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ എന്ന്. ഇവിടെ ജീവിതം ഒരു ഉയർച്ചയിലേക്ക് പോകുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത്. ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന, സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാകുന്നുണ്ട്. പലർക്കും വിദേശ യാത്രകൾക്കുള്ള അവസരങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ പല കാര്യങ്ങളിലും പല വിധത്തിലുള്ള പരിശ്രമങ്ങൾ നിങ്ങളിപ്പോൾ നടത്തുന്നുണ്ടാവാം. എന്നാൽ ഇവിടെ നിങ്ങളുടെ അത്തരം ശ്രമങ്ങൾ ശരിയായ ദിശയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ വഴിയിൽ എത്ര തടസ്സങ്ങൾ വന്ന് ചേർന്നാലും അവിടെ നിങ്ങളുടെ ആ ഒരു ശ്രമം ഉപേക്ഷിക്കാതെ ശക്തമായിട്ട് തന്നെ നിങ്ങൾ പരിശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.